അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ട്രിവാൻഡ്രം പോയിട്ടുള്ളൊരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം രാത്രി എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിനെ ഫുഡിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിനൊന്നും നാട്ടിലുണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിൽ ഫുഡിന് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ ഫുഡ് ഞാനും ഉമ്മയും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഹെൽപ്പിന് എൻ്റെ ഇത്താത്തയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ മന്തിയും പിന്നെ നെയ്പ്പത്തിൽ ബീഫ് കറി, ചിക്കൻ ക്രീം കറി, ചിക്കൻ ഫ്രൈ, പിന്നെ ബട്ടർ നാൻ, ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. പിന്നെ ഫ്രൂട്ട് സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ച് ആ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ദിവസം അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ അങ്ങനെ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു 3 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കാരക്കുണ്ട് വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇത് വരുന്നത് നമ്മളെ നാട്ടിൽ കുറച്ച് പോയി കഴിഞ്ഞാൽ മാതമംഗലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഭാഗത്താണ് ഈ ഒരു കാരക്കുണ്ട് വെള്ളച്ചാട്ടം വരുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ വെള്ളച്ചാട്ടം ഇത്ര അടിപൊളിയാണെന്നുള്ളത്. ചിലപ്പോൾ മഴൻ്റെ സീസൺ ആയതുകൊണ്ടായിരിക്കാം വെള്ളം ഉണ്ടായത്. പിന്നെ നമ്മൾ പോകുന്ന ദിവസമൊന്നും മഴയൊന്നും തീരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ നാട്ടിലുള്ളത്. എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും നല്ല ഫ്ലോയിൽ വെള്ളം വരുന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചെറിയ എന്തെങ്കിലും ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. പിള്ളേരെല്ലാം നല്ലോണം എൻജോയ് ചെയ്ത് കേട്ടോ. ഈ വെള്ളത്തിൽ പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഫിഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാല് കാണുമ്പോൾ അപ്പം തന്നെ വന്നിട്ട് ഇക്കിളിയാക്കും. ശരിക്കും അത് ഇക്കിളിയാക്കുന്നതൊന്നുമല്ല, നമ്മളിപ്പോൾ ഫിഷിൻ്റെ ഫുഡ് സ്പാ ചെയ്യാൻ പോകുന്നില്ലേ പൈസ കൊടുത്തിട്ട്, അതേ സംഭവം നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ കുറേ ടൈം അവിടെ ആ പാറക്കല്ലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പിന്നെ കാല് വെച്ച് കൊടുത്തപ്പോൾ കുറേ ടൈം ഇങ്ങനെ അത് സ്പാ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. കാരണം നമ്മൾ പോകുമ്പോൾ അങ്ങനെ അധികം ആരും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് വേറെ ആൾക്കാർ വരുന്ന കണ്ടപ്പോൾ പിന്നെ നമ്മൾ മതിയാക്കിയിട്ട് പോയി. എന്നാലും കുറേ ടൈം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ തളിപ്പറമ്പിലേക്കാണ് പോയിട്ടുണ്ടായത് സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ തളിപ്പറമ്പിലൊരു ഫേമസ് ആയിട്ടുള്ള സൂപ്പ് കടയാണ് കേട്ടോ. അവിടേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഓരോ തരം സൂപ്പ് വാങ്ങി. ചിക്കന്, ബീഫ്, മട്ടൻ, അങ്ങനെ പലതരം സൂപ്പ് വാങ്ങി. പിന്നെ നമ്മൾ ചാർക്കോളും മുട്ടയപ്പം പൊള്ളിച്ചതും അങ്ങനെയെല്ലാം വാങ്ങി. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത പ്ലാൻ ഉണ്ടാക്കിയത് ഇനി രാത്രിത്തേക്ക് നമ്മൾ നേരെ കണ്ണൂരേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്നും ഒരു പ്ലാനും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു പ്ലാനും ഇല്ലാണ്ട് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയതേനു. പിന്നെ ആണ് നമ്മൾ സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ടും ഫെസ്റ്റിന് പോക്കും ഇതെല്ലാം നടന്നിട്ടുണ്ടായത്. അപ്പോൾ ഇത് കണ്ണൂർ ഫെസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫെസ്റ്റ് അവിടെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഓഗസ്റ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ആദ്യം എനിക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം മുമ്പൊക്കെ നമ്മൾ ഈ ഫെസ്റ്റിനൊക്കെ വരുന്ന സമയത്ത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവലില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഫസ്റ്റിൽ ആക്കി വെച്ചിട്ടുള്ളത് ദുബായിൽ എക്സ്പോയിൽ ഉണ്ടായ പോലത്തെ ഒരു ഫൗണ്ടെയിന് അതുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു രീതിയിലുള്ളതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെറ്റ്സിൻ്റെതും നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു കുഞ്ഞു റോബോട്ടാണ്. അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ കാര്യമായിട്ട്. ബാക്കിയുള്ളത് മൊത്തം എല്ലാ ഫെസ്റ്റിനും ഉണ്ടാകുന്ന പോലെയുള്ള ചന്തകൾ തന്നെയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സ്ട്രീറ്റ് ഫുഡും ഐസ്ക്രീമും അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് കഴിച്ച്. പിന്നെ ഉണ്ടായത് റൈഡ്സാണ്. റൈഡ്സിലൊന്നും നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഒരു ഏരിയയൊക്കെ മൊത്തം ചളിയായിരുന്നു കേട്ടോ. മഴ പെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു വലിയ വൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ കൂടുതൽ നിന്നിട്ടുമില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പിന്നെ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇത് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് തൃക്കരിപ്പൂരുള്ള വീലാൻഡ് പാർക്കിലാണ് കേട്ടോ. ഇതും നമുക്കൊരു പ്ലാനും ഉണ്ടായിട്ടില്ല കേട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളത്. പെട്ടെന്ന് ഉച്ചയായപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ വീലാൻഡിലേക്ക് പോയാലോ എന്നുള്ളത്.
അപ്പോൾ പിള്ളേർക്ക് സ്വിമ്മിംഗ് പൂളിലും കളിക്കാമല്ലോ. അങ്ങനെയാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 7 മണിയാകുമ്പോൾ തന്നെ സ്വിമ്മിംഗ് പൂൾ ക്ലോസ് ചെയ്യും. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇവർക്ക് കളിച്ച് കഴിയും വേണം. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പോയി. ഇവിടെ എൻട്രൻസ് ഫീ 3 ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. ഒന്ന് നോർമലായിട്ട് 100 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി മാത്രം പറ്റുന്നത്. ബാക്കി രണ്ടും വാട്ടർ ആക്ടിവിറ്റീസ്, ഡ്രൈ ആക്ടിവിറ്റീസ് എന്ന് പറയും. അതിന് പെർ പേഴ്സൺ 500 റുപ്പീസാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂള് വേണ്ടവർ വാട്ടർ ആക്ടിവിറ്റി എടുത്ത്, ഡ്രൈ ആക്ടിവിറ്റി വേണ്ടവർ അങ്ങനെയും എടുത്ത്. അപ്പോൾ എനിക്ക് ഈ ഒരു സിപ്പ് ലൈൻ വേണ്ടത് കൊണ്ട് ഞാൻ ഡ്രൈ ആക്ടിവിറ്റി എടുത്തത്. പിന്നെ പിള്ളേർ വാട്ടർ ആക്ടിവിറ്റി എടുത്ത്. അങ്ങനെ പിന്നെ ഞാനും ഷെബിക്കാക്കാവുത സിപ്പ് ലൈനിൽ കയറി. നമ്മൾ ഇപ്രാവശ്യം വയനാട് പോയിട്ട് റിസോർട്ടൊക്കെ എടുത്ത് പിന്നെ സിപ്പ് ലൈനിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. വയനാട് ആ ഒരു ടൈമിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ വെള്ളമൊക്കെ കയറിയിട്ടാണ് ഉള്ളത്. പിന്നെ അങ്ങോട്ട് പോകുന്നത് വലിയ സേഫ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ ആകുമ്പം വലിയ വലിയ സിപ്പ് ലൈൻ ഉണ്ടാവും. അതിൽ കയറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാത്തതുകൊണ്ട് ചെറിയൊരു സിപ്പ് ലൈനിലെങ്കിലും കയറണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഈ ഒരു സിപ്പ് ലൈനിൽ കയറിയിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ എനിക്ക് ഈ ഒരു സൈക്ലിങ്ങിനും കയറണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്തോ ഒരു പേടി പോലെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഗൗണാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ചിലപ്പം ഇത് പോകുമ്പോൾ എങ്ങാനും സൈക്കിള് സ്ലിപ്പായിനെങ്കിൽ ഞാൻ വേഗം പേടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് റിസ്ക് എടുക്കണ്ടാന്ന്. എന്തായാലും ഇത് വീഴുകയൊന്നും ചെയ്യില്ല കേട്ടോ, നല്ല സേഫ്റ്റി തന്നെയാണ്. പക്ഷേ എന്നാലും സ്ലിപ്പായാൽ എനിക്ക് നല്ല പേടിയാവും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും റിസ്ക് എടുക്കണ്ടാന്ന്. അങ്ങനെ പിന്നെ ഷെബിക്കാക്കയും എൻ്റെ അനിയനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ. അങ്ങനെ അവർ രണ്ടാളും അത് കയറി. അപ്പോൾ നമ്മൾ ഈ ഒരു ടിക്കറ്റിൽ നമുക്ക് കായക്കിങ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സ്ട്രാ 50 കൂടെ കൊടുത്തിട്ട് നമ്മൾ സ്പീഡ് ബോട്ട് എടുത്ത്. അപ്പോൾ ബോട്ടിങ്ങും 7 മണിക്കുള്ളിൽ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കത് മിസ്സാവും. അപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ബോട്ടിങ്ങിനാണ് പോയത്. ഈ സ്പീഡ് ബോട്ടിലുണ്ടല്ലോ, ആ ഒരു ബോട്ട് ഫുള്ളായിട്ട് ആൾക്കാർ കയറിയിട്ടുണ്ടെന്നാണെങ്കിൽ അത്ര സ്പീഡിൽ പോവില്ല. പക്ഷെ നമ്മൾ 3 പേര് മാത്രമാണ് ഇതിൽ പോയിട്ടുണ്ടായത്. അതുകൊണ്ട് നല്ല സ്പീഡ് എടുത്തിട്ടുണ്ടായിന്. നല്ലോണം ചെരിച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായത്. ഇതിപ്പോൾ ആദ്യം കാണുന്ന പോലെ ഒന്നല്ല. ഫസ്റ്റ് പോകുമ്പം ഇങ്ങനെ നോർമലായിട്ട് പോയി. അതിന് ശേഷം നല്ല സ്പീഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ എക്സ്ട്രാ കുറച്ച് ടൈമും കൂടെ കറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചധികം കറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മളിതാ ഈ ഒരു ചെറിയൊരു ജയൻ്റ് വീലാണിത്, ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അഡൾട്ടിന് ഇത് വലിയ കാര്യമൊന്നുമില്ല, ചെറിയ കുട്ടികൾക്കായിരിക്കും ഇത് സ്യൂട്ടാവുന്നത്. പക്ഷെ നമ്മൾ പിന്നെ വെറുതെ ടിക്കറ്റിൻ്റെ പൈസ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം മുതലാക്കീന്. അപ്പോൾ അതുകൊണ്ട് ഇതിലും കൂടെ നമ്മൾ കയറി. പിന്നെ ഇതാ അടുത്ത് ഈ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കയറുന്നില്ല എന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷെബിക്കാക്ക് എന്നെ നിർബന്ധിച്ച് കയറ്റിയതാണ്. എനിക്ക് ഇങ്ങനത്തെ റൈഡിലെല്ലാം കയറുമ്പോൾ വേഗം ഛർദ്ദിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊതുവെ കയറാത്തത്. പക്ഷെ ഇത് ഒരു 1.5 റൈഡ് ആയിരുന്നു കേട്ടോ. ഇതിൽ കയറുമ്പോൾ എനിക്ക് അത്ര വലിയ പേടി ഉണ്ടായിട്ടില്ലായിരുന്നു. ഛർദ്ദിക്കുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇരിക്കാൻ എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഫാസ്റ്റിലൊന്ന് കറക്കിയെടുക്കുന്നതായിരിക്കും. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇനി ഞാൻ ജീവിതത്തിൽ ഇങ്ങനൊരു റൈഡിൽ കയറൂല എന്ന് തീരുമാനിച്ച്. അങ്ങനെ പിന്നെ നമ്മളിവിടെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതലൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ, എന്നാലും നല്ല ഉണ്ടായിരുന്നു. പിന്നെ 3Dയിലും ഗോസ്റ്റ് ഹൗസിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെയൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല വീഡിയോസ്. അതുകൊണ്ട് പിന്നെ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ 2-3 ദിവസത്തെ കാര്യങ്ങൾ ഒന്നിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ കുറേ വീഡിയോസ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടതാണ്. ഇനിയും കുറച്ച് വീഡിയോസ് ഉണ്ട്, അതെല്ലാം ഞാൻ വേറൊരു വ്ളോഗിൽ ഇടാമെന്ന് വിചാരിക്കുന്നത്.